ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ കടലപ്രഥമൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ കടലപ്പരിപ്പ് ഞാനൊരു 2 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്, പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം വേവാൻ വേണ്ടിയിട്ട്. ഈ ഒരു കടലപ്പരിപ്പ് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട്. കുതിർത്ത കടലപ്പരിപ്പ് ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 പിടി ചവ്വരിയും കൂടെ വേവിച്ചെടുക്കണം. 1 പിടി എന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പ് ചവ്വരി ഉണ്ടാവും. ഇതിലേക്ക് ആവശ്യത്തിന് വേവാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പ് ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 വിസിൽ അടിച്ചതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുത്തു ഫ്ലെയിം ഓഫ് ആക്കിയിട്ടതായിരുന്നു. എന്നിട്ട് കംപ്ലീറ്റ് ആവി പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കടലപ്പരിപ്പ്, വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് വെന്ത് കിട്ടിയത്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഇതിലേക്ക് വേണ്ട ചവ്വരിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ചൂട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടലപ്പരിപ്പ് നെയ്യിൽ ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ ആ കടലപ്പരിപ്പിൻ്റെ ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതുപോലെ നന്നായിട്ട് വരട്ടിയെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര ഇതുപോലെ അരിപ്പയിലൂടെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചൊന്ന് തിക്കായി വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഇത് തിളച്ച് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ശർക്കരൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ലാസ്റ്റ് എടുത്തിട്ടുള്ള ആ വെള്ളം ചേർത്തിട്ടുള്ള പാലാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വറ്റിയതിന് ശേഷം വേണം നമുക്ക് തിക്കായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ പാൽ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് നേരത്തെ പോലെ തന്നെ ഇതും കൂടെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത ആ പാലൊക്കെ ഇവിടെ തിളച്ച് ഏകദേശമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആദ്യത്തെ പാല് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ ഈ പായസത്തിൽ മിക്സായി വന്നതിന് ശേഷം ഒന്ന് ചൂടായാൽ മതി. ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. തിളക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആ നെയ്യൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പും അല്പം മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ കടലപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.